ഹായ് കൂട്ടുകാരെ, എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ വായോ. സൂപ്പർ നെയ്യപ്പം. അടുത്തങ്ങനെ കഴിച്ചിട്ടാ? നെയ്യപ്പം കൂട്ടി ചായ കഴിക്കാം. നല്ല മൊരുമൊരുന്നന, അരികൊക്കെ നല്ല മൊരുമൊരുന്നന, നല്ല സൂപ്പർ, ഉൾവശമൊക്കെ നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുള്ള നെയ്യപ്പം വേണാ? വായോ. അതും കഴിച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എല്ലാവരും വരാൻ വരാന്ന് പറയുള്ളൂ, ആരും പറഞ്ഞാണല്ലോ. വായോ. ഞാൻ വെറുതെ വിളിക്കുന്നൊന്നല്ല. ചായ കുടിച്ചിട്ട് പോവാം. അപ്പൊ നമ്മുടെ നെയ്യപ്പത്തിനെ ഞാൻ ദേ 2 ഗ്ലാസ് അരിയാണ് പച്ചരി അങ്ങനെ ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം അത് എടുത്തിട്ട് അതില് ഇതേ ഒരു 350 വെല്ലം ഉരുക്കിയിട്ടുണ്ട്. ആ വെല്ലം ഉരുക്കിയതിന്റെ വെള്ളവും പിന്നെ പച്ചരിയും പിന്നെ ഒരു 2-3 ഏലക്കായും ഇട്ട് നല്ല പോലെ അരച്ചിട്ടുണ്ട്. നല്ല പോലെ എന്ന് പറഞ്ഞാല് നല്ല പേസ്റ്റ് വരുമല്ല, നമുക്കൊരു തരിതരിപ്പ് വേണം. നമ്മുടെ പുട്ടുപൊടിയിലൊക്കെ തരി അങ്ങനെ വരില്ല, അതുപോലെ ഒരു തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ ട്ടാ. കണ്ട, അതുപോലെ ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു ലേശം ഉപ്പും പിന്നെ ഒരു ബ്രൈലെണ്ണം നമ്മുടെ മൈദ മൈദ ഇട്ട് അത് കലക്കി വെക്കണം കേട്ടാ. തലേദിവസം കലക്കി വെച്ചു. പിറ്റേ ദിവസം ഒരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാവ് റെഡിയാക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മുടെ നെയ്യില് കുറച്ച് നാളികേരവും എള്ളും വറുത്തതിന് ശേഷം അത് മാവിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നെയ്യപ്പം ചൂടാനായിട്ട് നല്ല വെളിച്ചെണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം ഇടണട്ടാ. അത് ചൂട് ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നെയ്യപ്പത്തിന്. ചൂട് അത് നോക്കിയിട്ട് ഫുള്ളിൽ ഇട്ടിട്ട് നല്ലോണം ചൂടായിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം തീ കുറച്ചിടുക കേട്ടാ. പിന്നെ തിരിച്ചു മറിച്ചിട്ട് അപ്പൊ അത് പൊന്തി വരും. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പാകം ശരിയായ പൊന്തി വരും. അപ്പൊ എന്റെ നെയ്യപ്പത്തിന് ഇഷ്ടമായിങ്ങ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.